കറുപ്പെന്നും കഥകളിൽ വെളുപ്പിന്റെ കടവിൽ പടികളിൽ ചങ്ങല കിരുക്കം കേട്ടു. വെളുപ്പെന്നും തിസകളിൽ കനകത്തിൽ പല്ലക്കിൽ കനമുള്ള ചെങ്കോലി على أسف رسول الله وعلى آله وصحابه الفائزين برضا الله وما توفيق إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عظموا شعائر الله ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العظيم. من خاف الله خافه كل شيء أو كما قال رسول الله صلى الله عليه وسلم. സ്നേഹമുള്ള ഈ ജമാഅത്തിൻ്റെ ഖാദിയും മഹാനായ താജുല്ലുമയുടെ ഓമന പുത്രനും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ബഹുമാന്യരായ സയ്യിദ് ഫദൽ കോയമ്മത്തങ്ങൾ, ഇവിടുത്തെ മുദരിസ് ഇബ്രാഹിം മുസ്ലിയാർ, ഈ സദസ്സിൽ ഈ സ്റ്റേജിൽ ഒരുമിച്ച് കൂടിയ സ്നേഹമുള്ള സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുത്തലിമീങ്ങൾ, പ്രശസ്ത വ്യക്തിത്വങ്ങൾ, മാന്യ മുസ്ലിം സഹോദരന്മാർ, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനായ വലിയൻ്റെ പേരിൽ അവരുടെ സ്മരണ, അവരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള ഉറൂസ് പരിപാടിയുടെ ദിവസമാണ്. അൽഹംദുലില്ലാഹ്, കൊറോണ എന്ന പകർച്ചവ്യാധി കാരണം കുറച്ച് കാലങ്ങളായി, കുറച്ച് സമയം, മാസങ്ങളും കൊല്ലങ്ങളും നമുക്ക് ഈ നിലക്ക് ഒരുമിച്ച് കൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും അൽഹംദുലില്ലാഹ് അതിനെ അള്ളാഹു ദൂരീകരിപ്പിക്കുകയും ആ വൈറസിനെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ അവസ്ഥയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ വളരെയധികം അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ആ പകർച്ചവ്യാധി എന്നേക്കുമായി ലോകത്ത് തന്നെ അള്ളാഹു നശിപ്പിക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യുകയും ചെയ്യാം. ഈ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എല്ലാം ഓർമ്മ വരുന്നത് മഹാനായ താജുല്ലുമയുടെ പരിശുദ്ധമായ പ്രശോഭിക്കുന്ന മുഖമാണ് നമ്മുടെ മുമ്പിൽ. കുറേ പ്രാവശ്യം ഒരു സമാപനത്തിന് മാനവരുടെ കൂടെ ഞാനും ആ സമാപന ദിവസത്തിലുണ്ടായിരുന്നു. വളരെ സന്തോഷവും വളരെ ആവേശത്തോടു കൂടിയുള്ള ഉപദേശങ്ങളുമാണ് ആ സമയങ്ങളിലെല്ലാം. ഇവിടെ കല്യാണം എത്തിയാൽ ശൈഖുനാ ഉസ്താദ് വർക്കുള്ള ഒരു ആനന്ദവും ആഹ്ലാദവും, അതുപോലെ തന്നെ വന്നാൽ എപ്പോഴും അവിടെ ഖാദറിൻ്റെ വീട്ടിൽ പോവും. ഞാൻ ഇപ്പോൾ പോയി മരിച്ചപ്പോൾ എപ്പോഴും അവിടെ താമസിക്കും. റമദാനിൽ വന്നാലും അവിടെയാണ് നോമ്പ് തുറക്കുക. അങ്ങനൊരു പതിവാണ്. അപ്പം ഏതായാലും കല്യാണക്കാരോട് എന്തെന്നല്ലാതെ സ്നേഹമാണ് മഹാനവറുകൾക്ക്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ, മഹാനായ താജുലുമയുടെ കൂടെ സ്വർഗീയ ലോകത്തല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ മദതും അവരുടെ ശ്രദ്ധയും നമ്മളിലേക്ക് അല്ലാഹു എപ്പോഴും എത്തിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. കൂടുതലൊന്നും ഞാനിപ്പോൾ പറയേണ്ടതില്ല. നിങ്ങൾ സുദീർഘമായ പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞവരാണ്. അപ്പം അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന സ്വീകരിക്കൽ നമുക്കത് ഇബാദത്തുമാണ്.
ആ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായ തഖ്വയാണ്, അനുസരണമാണ്, വഴിപെടലാണ് എന്നും അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഉണർത്തും. അപ്പം മനുഷ്യരിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അതല്ല, മനുഷ്യരിൽ നിന്ന് മുസ്ലിമീങ്ങൾ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, മുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ സ്ഥാനങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. നിങ്ങൾ തിന്നാൻ എൻ്റെ കൊണ്ട് പോപ്പറ ഇതന്നെ പണി അങ്ങോട്ടോ സംസാരിക്കുമ്പോൾ എതിർക്ക് വന്നു. എന്താ ഇപ്പം പറഞ്ഞ മറക്കുകയും ചെയ്യുന്നു. ഇന്നദ്ദീനല്ലാഹി. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ദീനായ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ വിശ്വാസികളായ മുസ്ലിമീങ്ങളിൽ നിന്ന് പല സ്റ്റേജുകളും പല ദറജകളും അള്ളാഹു നൽകി. അതിലേറ്റവും വലിയ ദറജ ഏതാണ്, സ്ഥാനം ഏതാണ്? അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സയ്യിദുൽ മുർസലീൻ. മുർസലീങ്ങളായി പ്രത്യേകം തിരഞ്ഞെടുത്ത പ്രവാചകന്മാരിലും സയ്യിദാണ്. അപ്പം റസൂലുള്ളാഹിന്റെ നേരെ താഴെ മുർസലീങ്ങളാണെങ്കിൽ 1,00,000 ചില്ലറ വരുന്ന 24,000-25,000 വരുന്ന നബിമാർ. അത് കഴിച്ച പിന്നത്തെ സ്ഥാനമാർക്കാണ് സഹാബികൾ. സഹാബികളിലോ ഖുലഫാഉർ റാഷിദീൻ സയ്യിദുനാ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു. പിന്നെ അശറത്തുൽ മുബശ്ശിരീൻ എന്നുള്ള ബാക്കി 6 പേര്, പിന്നെ അസ്ഹാബുൽ ബദർ, ഉഹദീങ്ങൾ അടക്കമുള്ള ഇങ്ങനെ സഹാബികൾ, ഓരോന്നും സ്ഥാനങ്ങൾ. ഇത് അല്ലാഹു വെച്ചതല്ലേ. ഹബീബാ നബിയുടെ കാലത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ അളാപ്പന്മാരായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹു, അവർ സഹാബികൾ മുഴുവൻ ആദരിക്കുന്നു. കാരണം നബിതങ്ങൾ ഇളയപ്പയാണ്. അലിയും കറമല്ലാഹു അൻഹു തങ്ങളെ വളരെയേറെ ബഹുമാനിക്കുന്നു. റസൂലുള്ളാഹിന്റെ അളാപ്പൻ്റെ മകനുമാണ്, മകളെ കെട്ട പുതിയ പിളയുമാണ്. പിന്നെയും മകട്ടപ്പോൾ ചെറിയ 2 കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഓക്കെ, സഹാബത്ത് മുഴുവൻ എന്തെന്നില്ലാതെ അവർ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇത് ബഹുമാനമല്ലേ? ഇത് അരുതെന്ന് നബി തങ്ങൾ പറഞ്ഞോ? ഇത് ചെയ്യരുത്, ഈ ബഹുമാനം ആവശ്യമില്ല എന്ന് ഖുലഫാഉർ റാഷിദീങ്ങളായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞോ? ഈ ബഹുമാനിക്കുക എന്നുള്ളത് അത് നബി തങ്ങൾ മുതൽ ഇന്ന് വരെയും ഉണ്ടതാണ്. റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചു, റസൂലുള്ളാഹിന്റെ വിയർപ്പെടുത്ത് സൂക്ഷിച്ചു, നബി തങ്ങൾ കുളിച്ച വെള്ളമെടുത്ത് സൂക്ഷിച്ചു. അരുത്, അത് ചെയ്യരുത് നബി തങ്ങൾ വിലക്കിയോ? എന്താണോ നബി നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ എടുക്കണം. എന്താണോ റസൂൽ നിങ്ങളോട് ഒഴിയാൻ പറഞ്ഞത് അതിൽ നിന്ന് ഒഴിയണം. ഇത് വിശുദ്ധ ഖുർആനാണെങ്കിൽ അവിടെ അരുത്, അത് ചെയ്യരുതെന്ന് നബി തങ്ങൾ പറഞ്ഞോ? ഇല്ല. ബഹുമാനിക്കുന്നവർ ബഹുമാനിച്ചോട്ടെ, ബർക്കത്തിന് വേണ്ടി സൂക്ഷിക്കുന്നവർ സൂക്ഷിച്ചോട്ടെ, ബർക്കത്തിന് വേണ്ടി ആ വെള്ളം കുടിക്കുന്നവർ കുടിച്ചോട്ടെ. ഈ വഴിയാണ് ഇന്ന് വരെയും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയക്കാരായ നമ്മളിൽ നിലനിൽക്കുന്നത്. അൽഹംദുലില്ലാ, ഖിയാമത്ത് നാൾ വരെയും അത് അല്ലാഹു നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക. ഇവിടെ ഒന്നും ഒരു തെറ്റും നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ കൂട്ടമായി സിയാറത്ത് ചെയ്തു. ഇൻഷാ അല്ലാഹ് ഹബീബാ നബിയുടെ മേൽ ഒരു മൗലിദ് ചെല്ലും. ഇവിടെ നല്ലോണം ക്ഷീരണി വിതരണം ചെയ്യും അവരുടെ പേരിലായി. പിന്നെയുള്ളത് മതവിജ്ഞാനം. എത്ര ദിവസം ഇബ്രാഹിം 10 ദിവസം ഇൽമിൻ്റെ സദസ്സുണ്ടാക്കി. ഈ പറഞ്ഞ 4ഉം പാടില്ല എന്നാണ് വിദേഹത്തിൻ്റെ ഇളവ്. ഏതും പാടില്ല. റസൂലുള്ളാഹിന്റെ മത് പറയാൻ പാടില്ല. മക്കാമിലെത്തുന്ന അള്ളാഹിനോട് തേടാൻ വേണ്ടി നമ്മ അള്ളാഹുവിനോട് തേടി. അവർക്ക് ഇബാദത്ത് ചെയ്തിട്ടില്ല. ഇന്ന് കന്യാണക്കാരും ഉറൂസ് ദിവസമാണെന്ന് പറഞ്ഞിട്ട് സ്വബി നിസ്കാരം ഇവിടെ കിടക്കുന്ന വലിയന് വേണ്ടി നിസ്കരിച്ചിട്ടില്ല, അള്ളാഹുവിന് വേണ്ടിയാണ്. ഇന്ന് ളുഹർ നിസ്കരിക്കുമ്പോൾ ഈ വലിയന് വേണ്ടി ആരും നിസ്കരിക്കൂല, ഒരു സുന്നിയും. ആർക്കാണ് നിസ്കാരം? എന്തുകൊണ്ട്? ആ വലിയ നിസ്കരിച്ചതും അള്ളാഹുവിനാണ്. എല്ലാ ഔലിയാക്കന്മാരുടെ നേതാവായ ഗൗസുൽ ആദം മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളും നിസ്കരിച്ച ഇബാദത്ത് അള്ളാഹുവിനാണ്. അവിടെ അങ്ങോട്ട് പോയാൽ അഷ്റഫുൽ ഖൽഖ് നബിതങ്ങൾ, ഹബീബായ നബിതങ്ങൾ നിസ്കരിച്ചതും ഹജ്ജ് ചെയ്തതും സകാത്ത് കൊടുത്തതും എല്ലാം അള്ളാഹുവിന് ഇല്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്പം അതും തെറ്റ്. സിയാറത്ത് ഒരു ഭക്ഷണം ഒരാൾക്ക് അതും പാടില്ല. റസൂലുള്ളാഹിന്റെ മൗലിദ് അതും പാടില്ല. അതൊക്കെ പോട്ടെ, ഒരു 10 ദിവസം ഇൽമ് പറഞ്ഞു കൊടുക്കുക അതും പാടില്ല. അപ്പം എന്താണ് അതിനർത്ഥം?
ഒരാളെ വലത്തേ കൈ കൊത്തുക, പാദം കൈ, പിന്നെ കുറച്ച് മുണന്ന് കൊത്തുക, പിന്നെ ഇടത്തേ കൈ കൊത്തുക, പിന്നെ മുളക് കൊത്തുക, പിന്നെ ചെവി രണ്ട് മുറിക്കുക, പിന്നെ കണ്ട് രണ്ട് തോണ്ട, പിന്നെ കാലും കൈ കൊത്തുക, കാലും കൊത്തുക. അങ്ങനെ ശവം മായി മാറും പോലെ വീട്. ഇതാണ് ഇവരുടെ സംസ്കാരം. ഒന്നും ഇല്ലാതാക്കുക, ഒന്നും പാടില്ല, ഒന്നും പാടില്ല. പാടുണ്ട് എന്നുള്ളത് ഒന്നും ഇല്ല. അള്ളാഹു ആ ശരണ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അപ്പം അതുകൊണ്ട് മഹാന്മാരിലും ബഹുമാനിച്ച സ്ഥലമാണ്. നമുക്ക് മാതൃക താജുൽ ഉലമയാണ്. ഒരു കറാഹിത്ത് കണ്ടാൽ നിഷേധിക്കുകയും നിരോധിക്കുകയും ഒരു സുന്നത്ത് വിടാതെ സ്വീകരിക്കുകയും ചെയ്യാൻ മഹാനാണ് താജുൽ ഉലമയെങ്കിൽ ആ വഴി നമുക്കുണ്ട്. അവർ ബഹുമാനിച്ചു, അവർ സിയാറത്ത് ചെയ്തു, അവർ മദദ് ചെയ്തു, ഈ ചെയ്യുന്ന ഉറൂസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. ആ വഴിയിൽ തന്നെ നാം നിലനിൽക്കണം എന്നീ സമയത്ത് നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരെ, അവർ നമ്മൾ ബഹുമാനിക്കുന്നവരെ നമ്മൾ ഭയപ്പെടും. അത് അവരും അള്ളാഹുമായുള്ള ബന്ധമാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അവരിങ്ങനെ ഇബാദത്തിലായി അള്ളാഹുവിനെ ഖൽബിൽ വിചാരിച്ച് അവരുടെ ഖൽബ് മുഴുവൻ അള്ളാഹു അല്ലാതെ മറ്റൊന്നുമില്ല. ഒരു സിംഹം വന്നാൽ അവർ ശ്രദ്ധിക്കില്ല, ഒരു പാമ്പ് ചീറിപ്പാഞ്ഞ് വന്നാലും അവർ ശ്രദ്ധിക്കില്ല. കാരണം അവർക്ക് എന്താണ് ഖൽബിൽ? എന്ത് സിംഹം, അതിനെ എന്നെയും പടച്ചവൻ അള്ളാഹു അല്ലേ? എന്ത് പാമ്പാണ് എന്നെ കൊത്താൻ വരുന്നത്? അതിനെയും എന്നെയും മുസ്ലിം അള്ളാഹു അല്ലേ എന്ന് വിചാരിക്കുമ്പോൾ ആ പാമ്പിൻ്റെ ഖൽബിൽ തണലേകാന്ന് തോന്നുന്നല്ലാതെ വിഷം കയറ്റാമെന്ന് തോന്നൂല. ഒരു സിംഹത്തിന് തോന്നൂല, ഒരു പുലിക്ക് നരിക്ക് തോന്നൂല. എല്ലാം അള്ളാഹുവിൻ്റെ ശ്രദ്ധിക്കണം. അവർ പത്തി മുടക്കും. പ്രിയമുള്ള സുഹൃത്തുക്കൾ, ആ നിലക്കുള്ള ആരിഫ്യങ്ങൾ അങ്ങനെയുള്ളൊരു അവസ്ഥ എത്തിക്കഴിയുമ്പോൾ അവർ ഖൽബിൽ അള്ളാഹു അല്ലാതെ ഇല്ല എന്ന് വരുമ്പോൾ അള്ളാഹു അവരെയും തൃപ്തിപ്പെടും. റളിയല്ലാഹു അൻഹു. അതിൽപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ. അപ്പം അവരെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, ഭയപ്പെടണം. അവരെ സിയാറത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ വസീലയാക്കി തേടണം. ആ തേടുമ്പോൾ തീർച്ചയായും നമുക്ക് അള്ളാഹു ഉത്തരം നൽകും. ഒരു സംശയമില്ല. എത്ര ഉദാഹരണങ്ങൾ അപ്പം അതിന് പറയുന്നതാണ്. അത് ഭൗതികമായ ഉദാഹരണം. ഇപ്പം ഞാൻ ഒത്തിരി കയറാം, എന്നെ സ്റ്റേജിൽ കൊണ്ടാക്കും. അപ്പം എൻ്റെ കൈ പിടിച്ചൊരു ആരോട് ഖാദിമുണ്ടാവും, അയാളും സ്റ്റേജിൽ കയറും. അപ്പം തങ്ങൾ കയറുന്ന സ്റ്റേജിൽ അയാളും കയറിയില്ലേ? അപ്പം അതെന്താ? അത് എൻ്റെ കാരണം കൊണ്ട് അയാളും കയറി. എന്നാൽ അത് പറയുമ്പോൾ അതൊക്കെ ദുന്യവിയായിട്ട്, ദുനിയാവിൽ അങ്ങനെ ആവശ്യം വരും. ഡോക്ടർ വേണ്ടി വരും, വഴി കാണിക്കാൻ ആൾ വേണ്ടി വരും, ബിൽഡിംഗ് കേട്ട എഞ്ചിനീയർ വേണ്ടി വരും. അതൊക്കെ ആഖിറത്ത്, അത് വേണ്ട എന്നല്ല. ആ വിശ്വാസമല്ല, നമുക്ക് വസീലയുണ്ട്. അവരെയൊക്കെ ഇടയാക്കിക്കൊണ്ട് തന്നെ മഹാനായ സുന്നത്ത് ജമാഅത്തിൻ്റെ ഗർജിക്കുന്നവൻ സിംഹമായ മഹാനായ മർഹൂം EK മുസ്ലിയാർ അദ്ദേഹം പറയാറുണ്ട്, എന്താണ് അങ്ങനെ വസീല വേണ്ട എന്ന് പറയുന്നെങ്കിൽ വിദ്യത്തിൻ്റെ അയലുകാർ, പുതിയ ആശക്കാർ 50 റക്അത്ത് നിസ്കരിക്കണം, 50 വഖത്ത് നിസ്കരിക്കണം അല്ലേ? എന്തുകൊണ്ട്? മൂസാ നബിൻ്റെ വസീല ഇല്ലെങ്കിൽ 5 വഖത്താന്നില്ല. മിഅ്റാജിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് വരുമ്പോൾ റസൂലുള്ളാഹി കേൾപ്പിച്ചത് 50 വഖത്താണ്. മൂസാ നബി ബന്ധപ്പെട്ട് വസീലയായി 5 പിന്നെയും നബി നിങ്ങൾക്ക് പോകാൻ മടി തോന്നി. ആ 5 കൊണ്ട് ഇങ്ങോട്ട് വന്നതാ. അപ്പം അത് പാടില്ല, വസീല പാടില്ല, പിന്നെ 50 നിസ്കരിക്കണ്ടേ? അള്ളാഹു ഹസമുലാറെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരും നമ്മൾ അള്ളാഹു സ്വർഗത്തിലൊരിഞ്ഞ് കിട്ടിത്തരട്ടെ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ അനുവദനീയമാണ് എന്നും ഇത് ചെയ്യേണ്ടതാണ് എന്നും ഈ നിലയ്ക്ക് നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം അനുസരിച്ച് തന്നെ നമ്മൾ നീങ്ങണമെന്നും ഈ സമയത്ത് ഒരു ചെറിയൊരു സന്ദേശം എന്ന നിലയ്ക്ക് ഉപദേശിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. ഇപ്പോൾ സൈദിയയുടെ 11:30 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് സയൻസ് കോളേജിൻ്റെ. അതിന് ഉടനൊക്കെ എത്തണം. സന്തോഷമായി ഇൻഷാ അല്ലാഹ് ഒരു ഹദീസ് ഇട്ട് ഞാൻ പോവാം. അള്ളാഹു എല്ലാം ഖൈറിലും സന്തോഷത്തിലുമാക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ് മഹാനവർ കാണിച്ച വഴി, ആ വഴിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അല്ലാത്ത വഴിയിലേക്ക് ഞാൻ നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് മൗലൂദിൻ്റെ എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മജ്ലിസുമാണ്. റസൂൽ തന്നെ ഇവിടെ ഉണ്ടാവും. 40 ആൾ ഉള്ളിടത്ത് ഒരു ഒലി ഉണ്ടാവുന്ന ഇവിടെ ഔലിയാക്കന്മാർ കിടക്കുന്നുണ്ട്. പുറമെ പല ഔലിയാക്കന്മാരും അതുപോലെ ഹബീബും ഉണ്ടാവും. അപ്പോൾ വളരെ അദബോടുകൂടി എന്താണ് നിങ്ങൾ ഇരുന്ന് സ്വലാത്ത് ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു ഹബീബിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ബാപ്പാൻ്റെ ബർക്കത്ത് കൊണ്ടും നമ്മളെല്ലാവരും എല്ലാ ഹലാൽ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാണ്ട് നമ്മളെല്ലാം ഓരോരുത്തരും ഈമാൻ അള്ളാഹു സലാമത്താക്കി തരട്ടെ. നമ്മളെ മക്കളെല്ലാം അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തരട്ടെ. ഖിയാമത്ത് വരുന്ന മക്കളെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തരട്ടെ. പ്രത്യേകിച്ച് ഇവിടെയുള്ള ദർസ് അള്ളാഹു ഖിയാമത്ത് വരെ നടത്തി തരട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളോട് എൻ്റെ കമ്മിറ്റിക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതാണ് ഏറ്റവും വലുത്. അത് അള്ളാഹുവിൻ്റെ ദീനാണ്. അത് മുറുകെ നമ്മൾ മുഅ്മിനീങ്ങളായ നമ്മൾ മുറുകെ പിടിച്ച് നടന്നെങ്കിൽ മാത്രമേ എവിടെയും വിജയം ഉണ്ടാവും. അതല്ല എങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇബ്ലീസ് അന്നേൽക്കാണല്ലോ പോയത്. അപ്പോൾ അതായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു അവസ്ഥ നമ്മളുണ്ടായി പോകരുത്. നമുക്ക് അള്ളാഹു വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്. നല്ലത് ഏത് ചെയ്തെന്ന് അറിയാനുള്ള ഒരു കഴിവ് അള്ളാഹു മനസ്സിൽ തന്നിട്ട്. മൃഗങ്ങൾക്ക് അതില്ല. അപ്പോൾ മൃഗങ്ങളെ പോലെ ആവരുത്. അള്ളാഹു കാണിച്ച ഔലിയാക്കന്മാർ കാണിച്ച വഴി തന്നെ പോകണം. അവർ നമ്മളെ കൽബ് ഉള്ളയാണ് നോട്ടം. ആ കൽബ് എങ്ങനെയാണോ എങ്കിൽ മാത്രമേ അവരൊരു സഹായവും അവരൊരു നോട്ടം അള്ളാഹുവിൻ്റെ ഒരു സഹായം അള്ളാഹുവിൻ്റെ വന്നിട്ട് എല്ലാ ഔലിയാക്കന്മാരുടെയും നോട്ടം അവിടെയാണ്. അപ്പം അതുകൊണ്ട് അവരെല്ലാം അന്നലേക്ക് അധ്വാനിച്ചവരാണ്. നമ്മളെപ്പോലെ ഫിത്നയും ഫസാദ് പറഞ്ഞ് നടന്നവരല്ല അവരല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച് തഖ്വ ചെയ്ത് അമൽ ചെയ്ത് അള്ളാഹു എന്തെല്ലാം നിരോധിച്ച കാര്യങ്ങളോ അത് നിരോധിച്ച് എന്തെല്ലാം എടുക്കാൻ പറഞ്ഞ കാര്യം അത് മുഴുവനും എടുത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി അന്നേരത്ത് ജീവിച്ചവരാണ് അവർ. അപ്പം അതുകൊണ്ട് അവർക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് മൃഗത്തെയും പേടിക്കേണ്ടില്ല, ഏത് മനുഷ്യനും പേടിക്കേണ്ട. അപ്പോൾ അള്ളാഹു അവരങ്ങനെ സംസ്കരിച്ചെടുത്തതാണ്. അവരെ കൽബ് അങ്ങനെയുള്ള കൽബാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ കാണിച്ച വഴിയല്ലാത്ത വേറൊരു വഴിയിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർ നോട്ടം ഉണ്ടാവില്ല. അപ്പം അവർ ഇപ്പോൾ നമ്മളിൽ നിന്ന് മറഞ്ഞു പോയവരാണ്. പക്ഷേ അവർ നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ അവരെ കാണുന്നില്ല. എങ്കിലും അവരെ നമ്മളൊരു സഹായം കിട്ടണമെന്നാകണോ, നമ്മൾ അള്ളാഹു പറഞ്ഞ വഴി അവർ കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. അവർ കാണിക്കാത്തൊരു വഴിയിലേക്ക് പോയാലോ അവരെ നമ്മളെ നന്നാക്കി എടുക്കണമെന്നോ അവർക്ക് സ്വാർത്ഥമൊന്നുമില്ല. ഇപ്പം മരിച്ചവരോട് നിസ്കരിക്കണമെന്നോ നോമ്പ് നോക്കണമെന്നോ ഒന്നും അവരോട് കീർത്തനമില്ല. ഹയാത്തുള്ള നമ്മളോടാണ് എല്ലാം ചെയ്യാൻ കൽപ്പിച്ചിട്ട് ബഹുമാനിക്കലുണ്ട്, ബഹുമാനിച്ചു കൊള്ളണം എന്നുള്ളതും അങ്ങനെ തന്നെയാണ് ഹയാത്തുള്ള നമ്മളോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒരു സഹായം കിട്ടണമെങ്കിലോ നമ്മളാ നിൽക്കുന്നത്. അതും അവർക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നെ നിങ്ങളീ നന്നാക്കി എടുക്കണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ, എല്ലാ ഔലിയാക്കന്മാരുടെ കുത്തുബാണ് ഷെയ്ഖ് ഫൗസലാൻ തങ്ങൾ. ആ രാജ്യത്തിൻ്റെ നിലപാട് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്രയോ ഡബിൾക്കും എന്താണ് കറാമത്തുള്ളവർ അവരുണ്ട്. ആര് ഇർഫായ് ഷെയ്ഖ് തങ്ങൾ കിടക്കുന്നു അവിടെയാണ്, ഇറാഖിലാണ്. അതുപോലെ ജുനൈദിൽ ബഗ്ദാദ് നടക്കുന്നതും അവിടെ തന്നെയാണ്. അവരെല്ലാം കറാമത്ത് ഡബിൾ കറാമത്താണ്. പക്ഷേ എന്താ അവിടെ സംഭവിച്ചത്? മുഅ്മിനീങ്ങൾ നേരായില്ല. നമ്മളെപ്പോലത്തവരെന്തായി ദീനെതിരായി പ്രവർത്തിച്ചു. അപ്പോൾ അവരവർ സഹായം അവിടെ ഉണ്ടായില്ല. അത് തന്നെയാണ്. അല്ലാതെ ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ടോ അവരെ കുതിര കയറിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അവരവരെ ശരീരം അവരവർ നന്നായിക്കൊള്ളണം, അതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവർ കാണിച്ച നമ്മളെ തങ്ങളും പറഞ്ഞത് അങ്ങനെ തന്നെ, കുമ്പിൾ തങ്ങളും പറഞ്ഞത് തന്നെയല്ലേ. അവർ കാണിച്ച വഴിയാണ്, അവരെ കാണിച്ച വഴി തന്നെയാണ് നമ്മൾ പോകേണ്ടതും. അതാണ് നമ്മൾക്ക് എന്താണ് സംവദിക്കാൻ കഴിയും, അല്ലാതെ സംവദിക്കാൻ കഴിയില്ല നമ്മൾ. അതുകൊണ്ടാണല്ലോ അള്ളാഹു 2 കാര്യം വെച്ചത്, സ്വർഗവും നരകവും. അല്ലെങ്കിൽ സ്വർഗം മാത്രം വെച്ചാൽ മതിയല്ലോ, നരകം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എല്ലാം അള്ളാഹു തന്നെയാണ് അവിടെ ചെയ്തത്. ഔലിയാക്കന്മാരെയും അന്നേൽക്ക് ദർജ കൊടുത്തു അള്ളാഹ് തന്നെയാണ്. ഇവിടെ വേറെ ആരും കൊടുത്ത ജമാഅത്തോ അല്ല വേറെ ആരും കൊടുത്തതല്ല, അള്ളാഹു കൊടുത്ത ദർജയാണത്. അപ്പോൾ അവർ അങ്ങനെയുള്ളൊരു ദർജ അവർക്ക് കിട്ടണമെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിലൊക്കെ അള്ളാഹു കാണിച്ച വഴി തന്നെ പോകണം, റസൂൽ കാണിച്ച വഴി തന്നെ പോകണം. ഫിത്നയും ഫസാദും അഹ്സും കിബിറും കബിൽ നിന്നും എന്താണ് മാറ്റിക്കൊള്ളണം. അള്ളാഹുവിനെ ഏത് സമയത്തും നമ്മൾ ഭയപ്പെട്ടുകൊള്ളണം. ഏത് സമയത്തും നമ്മൾ എന്താണ് അന്നേൽക്ക് അള്ളാഹുവിനെ പേടി ജീവിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അർഹതനാണ് നമ്മൾ.
അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നാളെ മാഷറ എന്താണ്, മൃഗങ്ങളെയും അത് ഒരുമിച്ച് കൂട്ടും എന്നാണ് പറയുന്നത്. എന്താ മൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടണം? എന്താ അതിൻ്റെ ആവശ്യം? അവരോട് നിസ്കരിക്കണമെന്നോ നോമ്പ് വെക്കണമെന്നോ ഒന്നും അവരോട് കീർത്തനയില്ലല്ലോ, പിന്നെന്തിനാണ് അവരെ ഒരുമിച്ച് കൂട്ടണം? പക്ഷേ അള്ളാഹുവിടെ രണ്ടും അള്ള തന്നെയാണ് ചെയ്ത്. കൊമ്പില്ലതും കൊമ്പില്ലാത്തതും അള്ള തന്നെയാണ് സൃഷ്ടിച്ചത്. ഗവൺമെൻറ് സൃഷ്ടിച്ചതുമല്ല, ഒരു കല്യാണം ആരും സൃഷ്ടിച്ചതല്ല, നമ്മളും സൃഷ്ടിച്ചത്, അള്ളാഹു സൃഷ്ടിച്ചതാണ്. അപ്പം കൊമ്പില്ലാത്ത മൃഗത്തിൽ കൊമ്പുള്ള മൃഗം കുത്തി പരിക്കേൽപ്പിച്ചതിനെ ഹിസാസ് എടുക്കുക എന്നാണ്. നോക്കേ നിങ്ങൾ, മൃഗങ്ങളെ വരെ അള്ള വിടുക, പിന്നെ മനുഷ്യനത് വിടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാളെ മൃഗങ്ങളെയും അള്ളാഹ് ഒരുമിച്ച് കൂട്ടുമെന്നാണ് പറയുന്നത്. മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും ഒരുമിച്ച് കൂട്ടും. എന്തിനാ? മൃഗങ്ങളോട് ഒന്നും കൽപ്പനയില്ല, നിസ്കരിക്കണമെന്നോ നോമ്പ് ഓടിക്കണമെന്നോ ബഹുമാനിക്കണമെന്നോ ഒന്നും കീർത്തനയില്ല. പിന്നെന്തിനാ ഒരുമിച്ച് കൂട്ടണം? പക്ഷേ അള്ളാഹു തന്നെയാണ് ചെയ്ത്. കൊമ്പുള്ളതും കൊമ്പില്ലാത്ത എല്ലാം അള്ളാഹ് തന്നെയാണ് സൃഷ്ടിച്ചത്. കൊമ്പില്ലാത്ത മൃഗത്തെ എന്താണ് കുത്തി പരിക്കേൽപ്പിച്ചതിൻ്റെ അത് കിസാസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മുഴുവനും അള്ളാഹു നാളെ എന്താണ് കിസാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിപ്രകാരയുടെ നരകമുണ്ടല്ലോ, എന്നാൽ അള്ളാഹു എന്താക്കണം? ആ മൃഗങ്ങൾ ഈ നരകത്തിട്ട് വരിക്കണം. പക്ഷെ അള്ളാഹ് അത് ചെയ്യുന്നില്ല. അള്ളാഹ് ചെയ്യുന്ന ആരാ? മനുഷ്യനെയാണ്. തെറ്റ് ചെയ്ത് എന്താണ് ആ നിൽക്കുന്നത്, നരകമാക്കണം. അപ്പം മൃഗങ്ങളെ കിസാസ് എടുത്തതിന് ശേഷം മുഴുവനും അള്ളാഹു എന്താണ് മണ്ണാവാണ് പിന്നെ കൽപ്പിക്കുന്നത്. മുഴുവൻ മണ്ണാണ്, നിലത്ത് കരിക്കല്ല. എന്നാൽ നേരെ മറിച്ച് മനുഷ്യന് കിസാസ് എടുത്തോ വീണ്ടും മണ്ണാവല്ല പോകുന്നത്, നരകത്തിലേക്കാവോ എന്നുള്ള ചിന്ത എനിക്കും നിങ്ങൾക്ക് വേണം. അപ്പം അതുകൊണ്ട് എന്താണ് ഈ ദുനിയാവ് അതിനുള്ളതാണ്. നിങ്ങൾ ഇവിടെ ദുനിയാവിൽ കൃഷി ചെയ്യേണ്ടവരാ. കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ തോട്ടം ഉണ്ടാക്കുക എന്ന അർത്ഥമല്ല. അള്ളാഹു കാണിച്ച നിസ്കാരം, നോമ്പ്, അതുപോലെ സക്കാത്ത്, അതുപോലെ കഴിവുള്ളവർ ഹജ്ജ് ചെയ്ത, ബഹുമാനിക്കേണ്ടവർ ബഹുമാനിച്ചുകൊള്ളുക, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവിനെയും ബഹുമാനിച്ചുകൊള്ളുക, ബഹുമാനിക്കപ്പെടേണ്ട മാസത്തെയും ബഹുമാനിച്ചുകൊള്ളുക. ഇപ്പം ഞങ്ങൾ 5-ാം മാസമാണ്. ആ മാസത്തെ ഹുർമത്ത് നിങ്ങൾ പറിച്ച് ചിന്തിക്കഴിഞ്ഞാൽ അള്ളാഹു മനുഷ്യരൂപ നാളെ മനുഷ്യരിൽ നിർത്തി ചോദിക്കപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ ആ കാരണത്താൽ ഞാൻ നിങ്ങളെന്താവും നരകം കാണേണ്ടി വരും. അപ്പം അതുകൊണ്ട് പ്രത്യേകങ്ങളോട് ഞാൻ പറയാണ്, എന്താണ് ഔലിയാക്കന്മാർ കാണിച്ച വഴി അത് നിങ്ങൾ പിന്തുടർന്ന് ആ നിലക്ക് ജീവിച്ചോളുക. പിന്നെ അതുകൊണ്ടാണ് അങ്ങനെയുള്ള പിന്നെ ഉറൂസും കാര്യങ്ങളും ഇവിടെ നടത്തുന്നത്. നമ്മൾ ഉറൂസ് ഉദ്ദേശിക്കുന്ന ആ നിലക്കാണ്. നമ്മൾ എന്താണ് ഇവിടെ ഇൽമു എന്താണ് പറഞ്ഞ് ആ നിലക്ക് നമ്മൾ പറഞ്ഞു കേട്ടനുസരിച്ച് നടക്കണം. അതിനാണ് ഇവിടെ 10 ദിവസം എന്താണ് കുറേ പണ്ഡിതന്മാരോ സയ്യിദന്മാരെല്ലാം ഇവിടെ വന്ന് വയല് പറഞ്ഞു. നമ്മൾ വലത്തേച്ച് വിട്ട് ഇടത്തേച്ച് വിടുന്നതല്ല, അവർ പറഞ്ഞ വഴി നമ്മൾ പോകണം. ആ വഴിയാണ് നമ്മൾക്ക് വേണ്ടത്. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതും. മുഅ്മിനീങ്ങളായ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു എന്താണ് ഇവിടെ കുറേ 10 ദിവസം എന്താണ് പിന്നെ ഇൽമെല്ലാം ഇവിടെ പറഞ്ഞു തന്നു. അപ്പോൾ അതെല്ലാം നിങ്ങളെല്ലാം കേട്ട് അന്നേൽക്കുണ്ടാവണം കൊണ്ടുപോകാം. അപ്പോൾ അള്ളാഹുവിന് തൗഫീഖ് ചെയ്യുമാറാട്ടെ. ഹബീബിൻ്റെ മജ്ലിസ് കൊണ്ട് ഇപ്പോൾ ഹബീബിൽ ഉണ്ടാവും. നമ്മൾക്ക് കാണാനുള്ള ഒരു കാഴ്ച നമ്മളില്ലാന്നേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മൾ കാണേണ്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ അദബോടുകൂടി നമ്മളെല്ലാം എൻ്റെ ഉമ്മ പറഞ്ഞിട്ട് നമ്മളെ വലിയ കാരണമാണ്. ഉമ്മാമ്മൻ്റെ ഒരു ആങ്ങളുണ്ടായിരുന്നു, കോയക്കുട്ടിത്തങ്ങൾ എന്ന് പറഞ്ഞു. മഹാനവർ മൗലൂദ് എന്താണ് പിന്നെ നടത്താൻ ഉദ്ദേശിച്ചാൽ അന്ന് മുഴുവനും കുളിച്ച് നല്ല എന്താണ് കമ്മീസെല്ലാം ഇട്ട് സെൻറ്റ് പൂശി ഒരു ഉസ്താദിൻ്റെ മുമ്പ് ഒരു ശിഷ്യൻ എങ്ങനെ നിൽക്കുന്നോ അതുപോലെ ഉണ്ടായത്. നമ്മളെ ഉമ്മ പറഞ്ഞതാണ്. ഒരു ഉസ്താദിൻ്റെ ശിഷ്യൻ എങ്ങനെയാണ് നിൽക്കുന്നോ അതുപോലെ. പിന്നെ ശിഷ്യനും ഉസ്താദല്ലോ, അത് പറയേണ്ട ആവശ്യം ഞാൻ ആ വാക്കിലേക്ക് കിടക്കുന്നില്ല. ഇന്ന് ഉസ്താദ് ശിഷ്യനും ഉസ്താദ് ശിഷ്യനുമാണ്. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. കാരണം ഇന്ന് പിന്നെ മുത്താലിമികൾ ഭൂമിച്ചിലും പിന്നെ രാവിലെ മുത്താലിമികൾ ഉണ്ടാവില്ല, അങ്ങ് പോക്ക്. ഇന്നത്തെ കാലം എങ്ങനെയാണ്? വളരെ അതുബ് എന്ന് പറഞ്ഞൊരു സംഭവം ഇന്നില്ല. അതുബും കുരുത്തവും പൊരുത്തവും ബഹുമാനം അതാണ് വേണ്ടത്. അതാണ് നമ്മളെല്ലാം ഉയർച്ച അവിടെയാണ്. ഇപ്പോൾ ഇൽമ കൊണ്ട് മാത്രം ഉയർച്ച ആവില്ല, അതുബും കൂടിയും പോകണം. അതുബും എല്ലാം പോകണം. നിങ്ങളുടെ എന്താണ് ആ അതുബ് കൊണ്ടാണ് ഇൽമുണ്ടായത് കൊണ്ട് ഉയർച്ച ഉണ്ടാവുക. അല്ലാതെ എന്താണ് ഞാൻ ഇൽമുണ്ടായി ബഹുമാനില്ലെങ്കിലോ ആ നിലക്ക് പോകും ഇൽമ്. അതെല്ലാം അള്ളാഹു എടുത്തു കളയും. അപ്പോൾ ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ആ അദബാണ്, ആ ബഹുമാനമാണ്. ആ മഹാനവരെന്താ സെൻറ്റലും പൂശി ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ ശിഷ്യൻ എങ്ങനെ നിൽക്കുന്നു അതുപോലെ വളരെ ബഹുമാനത്തോടുകൂടി മൗലൂദ് ഇത്താവ് അവിടെ വെച്ച് ആ നിലക്കാണ്. അത് വളരെ എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹാണ് അത് പറയുന്നത്. നമ്മൾ കെട്ടുകഥയല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഔലിയാക്കന്മാർ മദ്ഹാണ് പറയുന്നതെന്നുള്ള ചിന്ത നമുക്ക് വേണം.
ആ അദബിലാണ് നമ്മളെല്ലാം ഉള്ളത്. അദബുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു ഉയർത്തും, ഇല്ലെങ്കിൽ ഉയർത്തൂല. ഇനി പണ്ടിനായതുകൊണ്ട് ഉയർത്തണമെന്നില്ല. അദബാണ് എല്ലാത്തിൻ്റെ അദബ. അപ്പോൾ ആ ഭൂമി ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്താണ്, ചെറിയ മൗങ്കൂസും ഒരു കിസിയിലിട്ട് ഒരു പോക്ക് ടോയ്ലറ്റ് മൂത്ത് അത് ചെറിയ കിതാബല്ലേ, ചെറിയ കിതാബല്ലേ എല്ലാം നോക്കില്ല. ഇന്ന് അദബ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിലുമില്ല. അതാണ് ഇന്ന് പറ്റിയ അപകടം. നമുക്ക് പറ്റിയ അപകടമാണ്. മൗലൂദുമായാലും എന്തിനും മുമ്പില്ലെന്ന് പറഞ്ഞാൽ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ നടക്കുന്ന സമയത്ത് ഒരു അറബി ലിപി എന്താണ് വീണ് കഴിഞ്ഞാൽ അത് ബഹുമാനിച്ചിരുന്നു. അതെടുത്ത് വളരെ സൂക്ഷിച്ച്. ഇന്ന് അതല്ല. ഇന്ന് നമ്മൾ അറബി എന്ന് പറഞ്ഞ് ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടുപോയി എന്താണ് ചവിട്ടുകൊട്ടിയിലുള്ളതാണ്. പിന്നെ എവിടെയാണ് നമുക്ക് ബഹുമാനം ഉണ്ടാവുക? എവിടെയാണ് അള്ളാഹുവിൻ്റെ പിന്നെ നോട്ടം ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിക്കണം. പറയുന്നത് ഞാനും നിങ്ങളും ആലോചിക്കേണ്ട കാര്യമാണ് അതെല്ലാം. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഒരു അൽഫ് ബാവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ബഹുമാനത്തോടു കൂടി കൊണ്ട് സൂക്ഷിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം ഇല്ല. പിന്നെ അതെല്ലാം ചവിട്ടുകൊട്ടില്ല, അതെല്ലാം വലിച്ചെറിയുന്ന ഒരു കാലമാണ്. എന്തിനേറെ പറയുന്നു, നമ്മൾ എന്താണ് മംഗലത്തിലടിക്കുന്ന ഇൻഡിവിഷൻ അതിൽ തന്നെ 786 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അത് എവിടെയാണ് പോകുന്നത്? നിങ്ങൾ ആലോചിക്കണം. അതൊന്നും അതിൽ എന്താണ് പിന്നെ മംഗലത്തിൻ്റെ ഇൻഡിവിഷനിൽ ഇടരുത്. എല്ലാം വളരെ സൂക്ഷിക്കണം. ഇതൊന്നും നമുക്ക് എന്താണ് ഒരു ഹോബിയായിട്ടാണ് പോകുന്നത്. പക്ഷേ അതിലെ എന്താണ് ബഹുമാനക്കേട് ഞാൻ നമ്മൾ സമ്പാദിക്കുന്നത്. അത് ആലോചിക്കണം. മംഗലക്കത്തടിക്കുമ്പോൾ സൂക്ഷിക്കണം. 786 എഴുതിയിട്ട് വിടുന്നത് എവിടെയാണ്? ചവിട്ടുകൊട്ടയിലാണ്. ബിസ്മിൻ്റെ ഒരു നിലയാണത്. വളരെ സൂക്ഷിക്കണം. അത് തന്നെ മതി നമ്മളെ എന്താണ് എല്ലാം നഷ്ടപ്പെടാൻ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മളെല്ലാ ഷറിൽ നിന്നും അള്ളാഹു നമ്മളെ സലാമത്ത് തരുമാറാട്ടെ. ഇവിടെ ഇനി ഭക്ഷണം എന്താണ് ഇവിടെ കൊടുക്കുക. അള്ളാഹു ഭക്ഷണം ഭക്ഷിക്കുന്നവരെ എല്ലാ ലാഹിറും ബാത്തുമായ രോഗം അതുകൊണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. അത് ഭക്ഷിക്കുന്നവർക്ക് എന്നെ മക്കളില്ലാത്ത നീ മക്കളെ കൊടുക്കണം റഹ്മാനെ. മഹാനബിയുള്ള തബറുക്കാണ്. അതെല്ലാവരും ഭക്ഷിക്കണം. നമ്മൾ വരുന്ന രോഗത്തിന് വരാൻ പോകുന്നതിനെല്ലാം നമ്മൾ നീയത്ത് വളരെ കറക്റ്റുണ്ടെങ്കിൽ അതുണ്ടാവും. നീയത്ത് നേരെയില്ലേ ഒന്നും ഉണ്ടാവും. നീയത്ത് നല്ല നീയത്തുകൾ അമൽ ചെയ്യാവും. അപ്പോൾ ഭക്ഷിക്കുന്ന ഭക്ഷണം മഹാനവരോട് പൊരുത്തമാണ് എന്നുള്ള നെയ്യത്തോടുകൂടി കഴിച്ചാൽ നമ്മളെ രോഗം മാറും. ഇതൊന്നുമില്ല. ഏത് സംഗതി ഒന്നുമില്ല. ഇതിനിപ്പോൾ എന്താണ് ഒരു ഭക്ഷണം ഗലാട്ടാക്കാൻ പിടിക്കാൻ അങ്ങ് പോവാം. അത്രയും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ അതല്ല വേണ്ടത്. വളരെ അതബോടുകൂടി ഏത് ഭക്ഷണവും മഹാനവൃതാണ് എന്നുള്ള ചിന്ത നമ്മൾ വേണം. അവരെ തബുർക്കാണ്. ഇത് നമ്മളെ കമ്മിറ്റീൻ്റെതല്ല, അവരെ തബുർക്കാണ്. അതിന് സഹായിച്ച കുറേ മുഅ്മിനീങ്ങൾ അള്ളാഹു അതിൻ്റെ എല്ലാം പ്രതിഫലം അള്ളാഹു എന്താണ് ദുനിയാവിലും ആഖിറത്തും കൊടുക്കുമാറാകട്ടെ. ആ ഭക്ഷണം പാകം ചെയ്തവർക്കും അതിൻ്റെ പ്രതിഫലം ദുനിയാവിൽ അള്ളാഹു ആഖിറത്തെല്ലാം നീ കൊടുക്കണം റഹ്മാനെ. സഹായിച്ച മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകളും അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം റഹ്മാനെ. നമ്മളെ എല്ലാവരും എല്ലാ ഹലാല മുറാദും ഹാസിലാക്കി തരണം റഹ്മാനെ. നമ്മളെല്ലാം വിഷമങ്ങളും തീർത്തു തരണം റഹ്മാനെ. ഇപ്പം നമ്മളെ തങ്ങൾ അവർ പറഞ്ഞ പോലെ ഇപ്പം എന്താണ് കൊറോണ രോഗം അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. ഇനി എന്താ അള്ളാഹു ആയാലും ഇനി റമളാൻ മാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ രോഗം വീണ്ടും വരുമോ എന്നും ആർക്കും ഒരു പിടുത്തമില്ല. അതുകൊണ്ട് അള്ളാഹു മഹാനവർ ബർക്കത്തുകൊണ്ട് ആ രോഗം അങ്ങോട്ട് തന്നെ നീ മൻസൂഖാക്കണം റഹ്മാനെ. വീണ്ടും വന്ന് നമ്മളെന്താണ് എത്രയോ ആ രോഗത്തിൽ എത്രയോ എന്താണ് മുഅ്മിൻ സയ്യിദന്മാരും പണ്ഡിതന്മാരും എത്രയോ ചെറുപ്പക്കാരും പിന്നെ കുട്ടികളും വയസ്സുള്ളവരെല്ലാം ആ രോഗത്തിൽ മരിച്ചുപോയവരുണ്ട്. അതുകൊണ്ട് അവരെല്ലാം ഖബറിന് സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അതേ കുളിപ്പിക്കാണ്ടും കുളിപ്പിച്ചും എല്ലാം കൊണ്ടുപോയിട്ട് മയ്യത്ത് എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞാണല്ലോ 6 അടി മണ്ണ് പോയിട്ട് 12 അടി മണ്ണ് കെട്ടിപ്പോൾ എന്തായി? എന്തിപ്പോൾ സംഭവിച്ചു? ഒരാൾ പോയി ഇത്ര തന്നെ. കുളിപ്പിക്കാണ്ടും പോയി കുളിപ്പിച്ചും പോയി എല്ലാം പോയി. അപ്പം നമ്മളതെല്ലാം കുറ്റക്കാരാണല്ലോ. ഒരു മയ്യത്ത് ഒരു നാട്ടിൽ എന്താണ് കുളിപ്പിച്ചില്ലെങ്കിൽ നിസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ മുഴുവനും കുറ്റക്കാരാണ്. ആരെങ്കിലും ഒരാൾ നിസ്കരിക്കണം. അത് ഇതിൻ്റെ നിയമമാണ്. ആ നിയമത്തെല്ലാം ഇപ്പം നമ്മളെന്തായി ഏതോ ഗവൺമെൻറ് എന്തോ പറഞ്ഞുണ്ടാക്കി എല്ലാം പോയി. അപ്പോൾ എന്താവും അള്ളാഹു നാളെ മനസ്സിൽ ഉണ്ടായതിൻ്റെ അവസ്ഥ എന്ന് എനിക്കോ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. വീട്ടിൽ നമ്മളെ സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് ഇവിടുത്തെ എന്താണ് പിന്നെ എന്താണ് ദർസ് ഖിയാമത്ത് വരെ കമ്മിറ്റി വളരെ ശ്രദ്ധിക്കണം. എന്താണ് ആ ദർസ് ഒരിക്കലും നിങ്ങൾ അണഞ്ഞു പോകരുത്. അനക്കുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടായി പോകരുത്. ആ ദർസാണ് ഇവിടെ ഇൽമാണ്, അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. ഇവിടെ കിടക്കുന്ന മഹാനവർ നിങ്ങൾക്ക് ഇൽമാണ്. എൻ്റെ നിങ്ങൾ കൊട്ടാരം കൊള്ളിയോ അല്ല ശരീരം കൊള്ളിയോ അല്ല, അത് ഇൽമ കൊള്ളിയാണ് അവരെ നോട്ടം. അപ്പോൾ ആ ഇൽമ അന്നൽക്ക് ഇവിടെ ഉണ്ടാവണം. അതില്ലെങ്കിലോ അവരൊരു സഹായം ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇപ്പം നിങ്ങൾ ഉള്ളാളം കണ്ടില്ലേ? ഒന്നുമില്ല, എല്ലാം 0 ആണ്.
അപ്പോൾ അതെല്ലാം ആയിരിക്കും പിന്നെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മൾ ഒരു കമ്മിറ്റിയെ വെക്കുന്നതോ ഇവിടെയുള്ള മോമിനിങ്ങളെ വെക്കുന്നതോ മോമിനാളത്തെ വെക്കുന്നതോ ഒന്നും ഉണ്ടായിപ്പോകരുത്. അള്ളാഹു ഉദന്തരത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. നമ്മളെ ഈ മജ്ലിസ് അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു മജ്ലിസ് അള്ളാഹു തിരുമാറാകട്ടെ. നമ്മളെല്ലാം അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ മാസം മുഴുവൻ നോമ്പ് നോക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാണ്. ഇത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവാം. റബ്ബി ആ ആഗ്രഹം നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ആ റമദാൻ മാസം മുഴുവനും എന്നോട് ഞങ്ങൾ ഇബാദത്ത് ചെയ്ത് ഖേദിച്ച് മടങ്ങി സ്വർഗ്ഗം കാണാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ആ മാസത്തിൽ എന്താണ് ഇബാദത്ത് ചെയ്യാനും ഖുർആൻ എത്ര ഹത്തം തീർക്കാൻ കഴിയണോ അത്ര കണ്ട് ഖുർആൻ തീർക്കാനോ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും മുതഅല്ലിമീൻ ഉസ്താദന്മാർക്കും ചെറുപ്പക്കാർക്കെല്ലാം നീ ആ ഉമ്മൂങ്ങന്മാർക്കെല്ലാം നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. മക്കളെ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ തന്ന ആ ആയുസ്സും ആരോഗ്യമെല്ലാം ചോദിക്കപ്പെടും. അതെല്ലാം നല്ല വഴിയിലേക്കാണ് ചെലവഴിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഷോപ്പിങ്ങിലും വെറുതെ അലഞ്ഞ് തിരിഞ്ഞ് സമയം കളയരുത്. ആ മാസത്തെ ബഹുമാനങ്ങൾ ബഹുമാനിച്ചു കൊള്ളണം. അത് നമ്മൾക്ക് നിർബന്ധമാണ്. അല്ല നമ്മൾ ആ നിലക്ക് കളഞ്ഞു കുളിച്ചാൽ ആ മാസം നമ്മൾ കേടായിട്ട് നിൽക്കും. അതുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു ദുആ സ്വീകരിക്കണം റഹ്മാനെ. ദുആ ഗായിബാക്കൽ റഹ്മാനെ. അവസാനം ഞങ്ങളെല്ലാം ഓരോരുത്തരുടെ ആക്കിപ്പത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജൽ നീപ്പെടുത്തണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ